CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകളാണ്. ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് എന്നത് രാഹുൽ KPയുടെ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ഭാവിയെ കുറിച്ചാണ്. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു ISLന്റെ 10ാം സീസണിലേക്ക് വേണ്ടി ആദ്യം തന്നെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ജോഷുവ സെറ്റീരിയോയുടെ പരിക്കുമായി അനുബന്ധിച്ചുള്ള അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ രണ്ടാമത്തെ അപ്ഡേറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. നിലവിൽ ഏതായാലും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെയധികം നിരാശ നൽകുന്നതാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FC നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി മറികടക്കുവാൻ വേണ്ടി ഒരു യുവ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC വിൽക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് കൊൽക്കത്തൻ മാധ്യമ പ്രവർത്തകനായ ചതോ ബാദിയാണ്. ഏതായാലും ഈ കാര്യം അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഏതായാലും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഉയർന്ന ട്രാൻസ്ഫർ ഫീ അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC അവരുടെ ഒരു ആഭ്യന്തര യുവ താരത്തെ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ വിൽക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. FC ഗോവ, ചെന്നൈയിൻ FC, ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ISLലെ പ്രമുഖ ക്ലബ്ബുകൾ വരെ ഈ ഒരു താരത്തെ നിലവിൽ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കുമെന്നൊന്നും ഇതുവരെ ഉറപ്പായിട്ടില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് FC ഉദ്ദേശിക്കുന്ന ട്രാൻസ്ഫർ ഫീ ലഭിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു താരത്തെ വിൽക്കാനുള്ള നീക്കങ്ങളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പിന്നോട്ട് പോകുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ചതോ ബാദിയുടെ റിപ്പോർട്ടിൽ ഏതാണ് ആ താരമൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അതിനാൽ ഈ ഒരു ട്വീറ്റുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഇപ്പോൾ ഒരുപാട് റൂമറുകൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏതായാലും റൂമറിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായ രാഹുൽ KP തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രാഹുൽ KP വളരെ മോശം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പുതിയ കരാറിൽ ബ്ലാസ്റ്റേഴ്സുമായി ഒപ്പിടാൻ രാഹുൽ KP വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാനത്തിൽ രാഹുൽ KPയെ എല്ലാവരും കാണുന്നത്. പക്ഷേ ഇത് ഇതുവരെയായിട്ടും ഉറപ്പായിട്ടില്ല എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഏതായാലും ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി ഈ ഒരു നീക്കത്തെ പറ്റിയുള്ള വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നതാണ്. ഇനി ഏതായാലും നമുക്ക് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റിലേക്ക് കടക്കാം. നിലവിൽ കുറെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു സംശയമാണ് ഈ ഒരു സീസണിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വേണ്ടിയിട്ട് ജോഷുവ സെറ്റീരിയോ എന്ന സൂപ്പർ താരം പന്ത് തട്ടുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു സീസണിലേക്ക് ആദ്യം തന്നെ സൈൻ ചെയ്ത ഒരു ഏഷ്യൻ കോട്ട താരമാണ് ജോഷുവ സെറ്റീരിയോ എന്ന സൂപ്പർ താരം. താരത്തിന് പരിശീലനത്തിനിടെ പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു മാച്ചിൽ പോലും താരം ബൂട്ട് കെട്ടിയിട്ടില്ല. പക്ഷേ നിലവിൽ ഈ ഒരു താരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു താരത്തിന്റെ പരിക്കെല്ലാം ഇപ്പോൾ പൂർണ്ണമായും ഭേദമായിട്ടുണ്ട് എന്നാണ്. ഏതായാലും ഇതിനെ തുടർന്നുകൊണ്ട് ഈ ഒരു താരം ഈ ഒരു മാസം അവസാനത്തോടു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ക്യാമ്പിൽ എത്തിച്ചേരുമെന്നും ഈ ഒരു റിപ്പോർട്ടിൽ അഥവാ ഈ ഒരു താരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മാസം അവസാനത്തോടു കൂടി കൊച്ചിയിലേക്ക് എത്തിച്ചേരുന്ന ജോഷുവ സെറ്റീരിയോ കുറച്ചുകൂടി റിഹാബിലിറ്റേഷൻ ഇവിടെ വന്ന് പൂർത്തിയാക്കിയേക്കും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത സീസണിലേക്കുള്ള പരിശീലനങ്ങളൊക്കെ താരം ആരംഭിക്കുകയും ചെയ്യും. ഏതായാലും ഈ ഒരു താരത്തെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇതിനെക്കുറിച്ചെല്ലാമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഇനി ഏത് താരത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.